വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ ആദ്യ 4.5 മണിക്കൂർ പിന്നിടുമ്പോൾ ശക്തമായ പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 26% കഴിഞ്ഞിരിക്കുകയാണ് വോട്ടിന്റെ ശതമാനം. മറ്റു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെ പോവുകയാണ്. കൊല്ലം ചവറയിൽ പുത്തൻതുറ 118-ാം ബൂത്തിൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് കള്ളവോട്ട് ചെയ്തെന്ന് പരാതി. 192 ക്രമനമ്പർ ആശ പല്ലാടിക്കൽ പുത്തൻ വീടിന്റെ വോട്ട് 119-ാം നമ്പർ ബൂത്തിലെ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ആശ മാറി ചെയ്തു എന്നാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. രാജ്കുമാർ ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ, ഇപ്പോൾ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് കള്ളവോട്ട് ചെയ്തു എന്ന ആരോപണമാണ് കൊല്ലത്ത് നിന്ന്, കൊല്ലം ചവറയിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? മനു, ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ വാശിയേറിയ പോരാട്ടം നടന്നിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് ചവറ. ആ ചവറയിലാണ് ഇപ്പോൾ കള്ളവോട്ട് നടന്നു എന്നൊരു പരാതി. ഇപ്പോൾ എന്നോടൊപ്പം, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഈ വോട്ട് കള്ളവോട്ട്, അതായത് നഷ്ടപ്പെട്ടു പോയ ആശ പല്ലാടിക്കൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്താ സംഭവിച്ചത്? ഞാൻ രാവിലെ 118-ാം ബൂത്ത് നമ്പറിൽ വോട്ട് ചെയ്യാൻ എത്തിയതാണ്. ഞാൻ അവിടെ വോട്ട് ചെയ്യാനെത്തി. എൻ്റെ ലിസ്റ്റ് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എൻ്റെ വോട്ട് ഓൾറെഡി ചെയ്തിരിക്കുന്നു എന്നാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അവസാനം അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു കോൺഗ്രസ് പ്രവർത്തക, ഒരു ബൂത്ത് ഏജന്റ്, മറ്റൊരാശയാണ് ഈ വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആശ ഇപ്പോൾ പരാതിയായിട്ട് പോകുന്നുണ്ടോ? നിലവിൽ ആശയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റിയോ? നിലവിൽ ടെൻഡർ വോട്ട് ചെയ്തു. അതെ, ടെൻഡർ വോട്ട് എന്നെ ചെയ്യിപ്പിച്ചു. ഇടതുമുന്നണിയുടെ പരാതി എന്താ? ഇടതുമുന്നണിയുടെ പരാതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 118-ാം നമ്പർ ബൂത്തിലെ ആശാ പല്ലാടിക്കൽ എന്ന് പറയുന്നവർ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ഈ 119-ാം ബൂത്തിലുള്ള ക്രമനമ്പർ 138-ൽ ആശാ എസ് സജീവ് മാധവവിലാസം അവർ വോട്ട് ചെയ്തു പോയി. അതിനുശേഷം അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്, കള്ളവോട്ടാണ് നടന്നത്. അതിനുശേഷം വോട്ട് പോലും ഇല്ലാത്ത ബൂത്തിൽ കയറി ബൂത്ത് ഏജന്റായിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. RDOയുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തകർ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷമാണ് അവരെ അതിൽ നിന്ന്. നിങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു? ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും. പ്രാഥമികമായിട്ട് ഞങ്ങൾ RDO വിളിച്ച് ഈ കാര്യങ്ങൾ പറയുകയും RDO ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റിട്ടേൺ പരാതികൾ സമർപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട എല്ലാ തലത്തിലുള്ള പരാതികൾ കൊടുക്കുകയാണ്. കാര്യം കോൺഗ്രസ് ബോധപൂർവം കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. UDF മൊത്തത്തിൽ കള്ളവോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. എങ്ങനെയുണ്ട് ഇടതുമുന്നണിയുടെ ഒരു പ്രവർത്തനം? എങ്ങനെയായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു സാധ്യത? മുന്നണിക്ക് സ്വാധീനമുള്ള മേഖലയാണിത്. ഈ പറയുന്നത് 118, 119 എന്നുള്ള ശക്തമായ വേരുള്ള LDFന് വേരുറപ്പുള്ള വിഭാഗമാണ് ഈ രണ്ട് ബൂത്തും. അവിടെയാണ് ഇത് ചെയ്തത്. മനു, മനസ്സിലായി. അതായത് ആശ പല്ലാടിക്കൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വോട്ട് ആശ സജീവ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് ചെയ്തു എന്ന ആക്ഷേപമാണ് അവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. ആ വിഷയത്തിൽ പരാതി നൽകിയിരിക്കുകയാണല്ലോ രാജ്കുമാർ.